إن الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله السميع العليم من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. ما أصاب من مصيبة في الأرض ولا في أنفسكم إلا في كتاب من قبل أن نبرأها إن ذلك على الله يسير. لكي لا تأسوا على ما فاتكم ولا تفرحوا بما آتاكم والله لا يحب كل مختال فخور. സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, വിശ്വാസികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് തഖ്വയുള്ളവരായി ജീവിക്കണം എന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ ജീവിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ നമ്മയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഗുണമാണ്, പ്രധാനപ്പെട്ട ഗുണമാണ് ശുഭപ്രതീക്ഷ നിലനിർത്തുക എന്നത്. പ്രത്യേകിച്ച് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏത് സമയത്തും ഏത് സന്ദർഭത്തിലും നിരാശയില്ലാതെ പ്രതീക്ഷ കൈവിടാതെ ജീവിക്കേണ്ടവനാണ് എന്നതാണ് അള്ളാഹു നമ്മയൊക്കെ ഓർമ്മപ്പെടുത്തുന്നത്. എങ്കിൽ ഏതൊരു പ്രതിസന്ധി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നാലും, എന്തൊക്കെ പരീക്ഷണങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നാലും അതിനെയൊക്കെ തരണം ചെയ്യാനും ധൈര്യത്തോടുകൂടി നേരിടുവാനും ആ പ്രതിസന്ധികളെയൊക്കെ മറികടക്കുവാനും സാധിക്കും എന്നതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുന്നത്. അത്തഫാഉൽ, ശുഭപ്രതീക്ഷ, അതാണ് ഇന്നത്തെ ഒരല്പസമയത്തെ സംസാര വിഷയം. ശുഭപ്രതീക്ഷ എന്നത് ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമായി മാറണം എന്നതാണ് ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നതിന്റെ ചുരുക്കം. സത്യത്തിൽ പ്രതീക്ഷയാണ് ഏതൊരു മനുഷ്യനെയും അവന്റെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ കാരണമാകുന്നതും അവനെ പ്രേരിപ്പിക്കുന്നതും. നമ്മുടെയൊക്കെ ഭാര്യമാർ സാധാരണ പറയാറുണ്ട്, മരണത്തോളം വേദനയുള്ള പ്രസവ വേദന അവർ അനുഭവിക്കുമ്പോഴും ആ വേദനക്ക് പിന്നിൽ, ആ വേദനയുടെ അവസാനം അവർക്ക് സന്തോഷം നൽകാൻ കാരണമാകുന്ന ഒന്നുണ്ട് എന്നതാണ് യഥാർത്ഥത്തിൽ ആ വേദന അനുഭവിക്കാൻ, ആ പ്രതീക്ഷയാണ് യഥാർത്ഥത്തിൽ അവർക്ക് വേദന അനുഭവിക്കുമ്പോഴും പ്രയാസമില്ലാതെ അവർ മുന്നോട്ട് പോകുന്നത്. ഒന്ന് കഴിഞ്ഞ് രണ്ടാമത്തെ ഗർഭധാരണത്തിന് സമയമാകുമ്പോഴും അതിന് തയ്യാറെടുക്കുമ്പോഴും യഥാർത്ഥത്തിൽ ആദ്യത്തെ വേദന അവരുടെ മനസ്സിലേക്ക് കടന്നു വരാതെ വീണ്ടും അവർ തയ്യാറാകുന്നതും യഥാർത്ഥത്തിൽ പ്രതീക്ഷയോടുകൂടിയുള്ള ഒരു ജീവിതം തന്നെയാണ്. ഇതാണ് എല്ലാ വിഷയത്തിലും. നമ്മളൊക്കെ സൽക്കർമ്മങ്ങൾ ചെയ്യുമ്പോൾ, നമ്മളൊക്കെ നമസ്കരിക്കുമ്പോൾ, നമ്മുടെ മറ്റുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ തീർച്ചയായും മരണത്തിന് ശേഷം ഒരു ശാശ്വതമായ സ്വർഗീയ ജീവിതം നമുക്ക് ലഭിക്കുവാനുണ്ട് എന്നതാണ്, ആ ഒരു പ്രതീക്ഷയാണ് ഏത് സമയത്തും സൽക്കർമ്മങ്ങൾ ചെയ്യുവാനും അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുവാനും
നമ്മെ പ്രേരിപ്പിക്കേണ്ട ഘടകം നാം മനസ്സിലാക്കണം സഹോദരങ്ങളെ. നമ്മെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ പരീക്ഷണങ്ങൾ പല രൂപത്തിലും കടന്നു വരാം. അള്ളാഹുവിനെ സംബന്ധിച്ച് നമ്മുടെ ചിന്ത എന്താണ് എന്നും അള്ളാഹുവിനെ കുറിച്ച് നാം എന്തൊക്കെയാണ് വിചാരിക്കുന്നത് എന്നും അള്ളാഹു യഥാർത്ഥത്തിൽ പരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏത് സമയത്തും അള്ളാഹുവുമായിട്ടുള്ള ബന്ധം അതിശക്തമായ രൂപത്തിൽ നിലനിൽക്കുന്ന പ്രവർത്തനങ്ങൾ ചെയ്യാനും അള്ളാഹുവുമായി ബന്ധപ്പെട്ട വിശ്വാസം ആ യക്കീൻ ഏത് സമയത്ത് ഉറപ്പിച്ചു നിർത്തുവാനും പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അള്ളാഹുവുമായിട്ടുള്ള ബന്ധത്തിന് കോട്ടം തട്ടുന്ന, അതിന് ഇളക്കം തട്ടുന്ന, അതിന് പ്രയാസമുണ്ടാക്കുന്ന ഒരു പ്രവർത്തനത്തിലും ഒരു വാക്കിലും ഒരു വാക്ക് പോലും വിശ്വാസിയുടെ നാവിൽ നിന്ന് പുറത്തേക്ക് വരാൻ പാടില്ല എന്നതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുന്നത്. അങ്ങനെ എങ്ങാനും അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ അള്ളാഹുവിൽ തവക്കുൽ ചെയ്യുന്ന വിഷയത്തിൽ നമുക്കെങ്ങാനും നിരാശ കടന്നു വന്നാൽ, അവിടെ എങ്ങാനും കോട്ടം തട്ടിയാൽ ദുനിയാവിലും പരലോകത്തും വലിയ പ്രയാസങ്ങൾ നേരിടേണ്ടി വരുമെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുദ്സിയായ ഒരു ഹദീസിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അഥവാ അള്ളാഹു പറഞ്ഞതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്ന, നമ്മെ കേൾപ്പിക്കുന്ന വാചകത്തിനാണല്ലോ ഖുദ്സിയായ ഹദീസ് എന്ന് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, യഖൂലുല്ലാഹു തആല, അള്ളാഹു ഇതാ പറഞ്ഞിരിക്കുന്നു, അന ഇൻദ ളന്നി അബ്ദി ബി, എന്റെ അടിമ എന്നെ കുറിച്ച് എങ്ങനെയാണോ ചിന്തിക്കുന്നത്, എന്റെ അടിമ എന്നെ കുറിച്ച് എങ്ങനെയാണോ വിചാരിക്കുന്നത്, അതുപോലെ തന്നെയാണ് ഞാൻ അവനെ കുറിച്ചും ചിന്തിക്കുക, വിചാരിക്കുക. വഅന മഅഹു ഇദാ ദക്കറനി, അവൻ എന്നെ ഓർത്താൽ ഞാൻ അവനെയും ഓർക്കും. ഫഇൻ ദക്കറനി ഫീ നഫ്സിഹി ദക്കർതുഹു ഫീ നഫ്സിഹി, അവൻ അവന്റെ മനസ്സിൽ അവൻ അള്ളാഹുവിനെ കുറിച്ച് ഓർത്താൽ തീർച്ചയായും അള്ളാഹുവും അവന്റെ മനസ്സിൽ അവന്റെ അടിമയെ കുറിച്ച് ഓർക്കും. വഇൻ ദക്കറനി ഫീ മലഇൻ ദക്കർതുഹു ഫീ മലഇ ഖൈരിൻ മിൻഹും, നീ ഏതെങ്കിലും ഒരു സദസ്സിൽ വെച്ച് അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞാൽ അതിനേക്കാളും ഉത്തമമായ സദസ്സിൽ വെച്ച് അള്ളാഹു നിന്നെ കുറിച്ച് സംസാരിക്കും. വഇൻ തഖറബ ഇലയ്യ ബിശിബ്രിൻ തഖറബ്തു ഇലൈഹി ദിറാഅൻ, നീ ഒരു ചാണെടുത്താൽ അള്ളാഹു ഒരു മുഴം നിങ്ങളിലേക്ക് അടുക്കും. വഇൻ തഖറബ ഇലയ്യ ദിറാഅൻ തഖറബ്തു ഇലൈഹി ബാഅൻ, നീ ഒരു മുഴം എടുത്താൽ അള്ളാഹു ഒരു വാരം നിന്നിലേക്ക് അടുക്കും. വഇൻ അതാനി യംശി അതൈതുഹു ഹർവല, അവൻ എന്നിലേക്ക് നടന്നു വന്നാൽ ഞാൻ അവനിലേക്ക് ഓടി വരും എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതായി മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഒരു ശുഭപ്രതീക്ഷ എന്ന വിഷയം പറയുന്നതിന്റെ ആമുഖത്തിൽ ഈ ഒരു ഹദീസ് കേൾപ്പിക്കുവാനുള്ള കാരണം ഈ ഒരു ചിന്തയായിരിക്കണം ഏത് സമയത്തും അള്ളാഹുവിനെ കുറിച്ച് നമുക്കുണ്ടാവേണ്ടത്. ഏത് സമയത്തും നല്ലതല്ലാത്തൊരു ചിന്ത പോലും അള്ളാഹുവിനെ കുറിച്ച് നമുക്കുണ്ടാകാൻ പാടില്ല. അള്ളാഹുവിന്റെ കാരുണ്യത്തിലോ അള്ളാഹുവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലോ ഒരിക്കൽ പോലും നിരാശയില്ലാതെ മുന്നോട്ട് പോകാൻ വിശ്വാസിക്ക് സാധിക്കണമെന്നതാണ് ഈ ഒരു ഹദീസ് നമ്മെ പഠിപ്പിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കണം, മനുഷ്യ ജീവിതത്തിന്റെ ഏടുകൾ അള്ളാഹു സംവിധാനിച്ചിട്ടുള്ളത് സുഖവും ദുഃഖവും ഇടകലർന്ന രൂപത്തിലാണ്. അവിടെ പരീക്ഷണങ്ങൾ ഉണ്ടാകും. ഒരു ഭാഗത്ത് എളുപ്പം കടന്നു വരുമ്പോ ഒരു ഭാഗത്ത് ചില പ്രയാസങ്ങൾ കടന്നു വരും. ഒരു ഭാഗത്ത് ദുഃഖങ്ങൾ കടന്നു വരുമ്പോ മറ്റൊരു ഭാഗത്ത് സന്തോഷങ്ങൾ കടന്നു വരും. അള്ളാഹുവിന്റെ വാചകം സൂറത്തു അംബിയയിലെ 35-ാമത്തെ വാചകം, കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത് വനബ്ലൂകും ബിശ്ശർരി വൽ ഖൈരി ഫിത്ന വഇലൈനാ തുർജഊൻ. അള്ളാഹുവിന്റെ വാചകം അങ്ങനെയാണ്, എല്ലാ ആത്മാക്കളും മരണത്തിന്റെ രുചി ആസ്വദിക്കുക തന്നെ ചെയ്യും. വനബ്ലൂകും ബിശ്ശർരി വൽ ഖൈരി ഫിത്ന, തീർച്ചയായും അള്ളാഹു നന്മ നൽകിയും അഥവാ സുഖങ്ങൾ നൽകിയും ദുഃഖങ്ങൾ നൽകിയും അള്ളാഹു നിങ്ങളെ പരീക്ഷിക്കും. വഇലൈനാ തുർജഊൻ, ശേഷം അള്ളാഹുവിങ്കലേക്ക് തന്നെയാണ് നിങ്ങൾക്ക് മടങ്ങിച്ചെല്ലാനുള്ളത് എന്ന് അള്ളാഹു നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതാണ് ജീവിതം. എപ്പോഴും നാം അനുഭവിക്കുന്ന സുഖങ്ങളും സന്തോഷങ്ങളും ആഹ്ലാദങ്ങളും എപ്പോഴും നിലനിൽക്കും എന്നൊരിക്കലും, ഏത് സമയത്തും നമ്മുടെ കൂടെ ഉണ്ടായിക്കൊണ്ടേയിരിക്കുമെന്ന് ഒരിക്കലും നാം ചിന്തിച്ചു പോകരുത്. അതോടൊപ്പം ഇന്ന് ലോകം അനുഭവിക്കുന്ന വലിയ പരീക്ഷണം, ആ പരീക്ഷണം ഒരിക്കലും അവസാനിക്കുകയില്ല, അതിൽ നിന്ന് ഒരിക്കലും കരകയറാൻ കഴിയുകയില്ല എന്ന് ആരും ചിന്തിച്ചു പോവുകയും ചെയ്യരുത്. വിശുദ്ധ ഖുർആൻ സൂറത്തു ശറഹിലെ നമുക്കൊക്കെ മനഃപ്പാഠമുള്ള അധ്യായത്തിൽ
അള്ളാഹു ആ സൂറത്തിൽ 2 തവണയാണ് ആവർത്തിച്ചത്. ഇന്ന മഅൽ ഉസ്രി യുസ്റാ, തീർച്ചയായും ഞെരുക്കത്തിന്റെ കൂടെ, പ്രയാസത്തിന്റെ കൂടെ എളുപ്പമുണ്ടായിരിക്കും. വീണ്ടും അള്ളാഹു ആവർത്തിച്ചു, ഇന്ന മഅൽ ഉസ്രി യുസ്റാ, ഞെരുക്കത്തിന്റെ കൂടെ, പ്രയാസത്തിന്റെ കൂടെ നിങ്ങൾക്ക് എളുപ്പമുണ്ടായിരിക്കും. ആലോചിച്ചിട്ടുണ്ടോ നിങ്ങൾ, എന്തായിരിക്കും അള്ളാഹു 2 തവണ ഒരേ ആയത്ത് എന്തിനായിരിക്കും പടച്ച റബ്ബ് 2 തവണ ആവർത്തിച്ചു പറഞ്ഞത്? സാധാരണ നമ്മളൊക്കെ ഏതെങ്കിലും ഒരു വിഷയം പറയുമ്പോ അതിന്റെ ഗൗരവം അനുസരിച്ച്, അതിന്റെ പ്രാധാന്യം അനുസരിച്ച് നമ്മളൊക്കെ ഒരു പക്ഷേ അത് ആവർത്തിച്ച് പറയാറുണ്ട്. മക്കളോടൊരു കാര്യം പറയുമ്പോൾ അത് സൂക്ഷിക്കണമെന്ന് നമ്മൾ ഒരു തവണ പറഞ്ഞാലും അതിന്റെ ഗൗരവം എത്രത്തോളമുണ്ടോ അതനുസരിച്ച് വീണ്ടും ഓർമ്മിപ്പിക്കും. അള്ളാഹു അങ്ങനെയാണ് ഈ വിഷയത്തെ കുറിച്ച് പറഞ്ഞത്. ഏതെങ്കിലും പരീക്ഷണങ്ങൾ വരുമ്പോ നിങ്ങളുടെ സുഖങ്ങൾ ഏതെങ്കിലും നിമിഷത്തിൽ ഒരൽപ്പം കുറഞ്ഞു പോയാൽ, ഒരൽപ്പം പ്രയാസപ്പെടേണ്ടി വന്നാൽ, നിങ്ങൾ അതിന്റെ പേരിൽ നിരാശരാവരുതേ, പ്രതീക്ഷ കൈവിടരുതേ. ഇന്ന മഅൽ ഉസ്രി യുസ്റാ, അതിന്റെ പിന്നാലെ എളുപ്പമുള്ള ജീവിതം വരാനുണ്ട് എന്നതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മിപ്പിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കണം, ഇന്ന് മനുഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം അറിയാതെ പോയതും മനസ്സിലാക്കാതെ പോയതും ഇത് തന്നെയാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം സുഖങ്ങളും സന്തോഷങ്ങളും ഒക്കെ വർദ്ധിച്ചപ്പോൾ ഈ 2 പദത്തിനപ്പുറം, സുഖം സന്തോഷം എന്ന പദത്തിനപ്പുറം ദുഃഖങ്ങളോ പ്രയാസങ്ങളോ എന്നതിനെ കുറിച്ച് ചിന്തിക്കാൻ പോലും ഇന്ന് മനുഷ്യന്മാർക്ക് കഴിയുന്നില്ല. ആരെ ബലി കൊടുത്തിട്ടായാലും, ആരെ പ്രയാസപ്പെടുത്തിയിട്ടായാലും, ആരെ ദുഃഖിപ്പിച്ചിട്ടായാലും, ആരെ വെറുപ്പിച്ചിട്ടായാലും എന്റെ സുഖം, എന്റെ സന്തോഷം, ഇതാണ് പലപ്പോഴും പലരുടെയും, ഭൂരിഭാഗം ആളുകളുടെയും മനസ്സിൽ ഉള്ളത് എന്നത് യാഥാർത്ഥ്യമാണ്. അതുകൊണ്ടാണല്ലോ ഈ കൊറോണയുമായി ബന്ധപ്പെട്ട ഒരുപാട് വാർത്തകൾ കേട്ട കൂട്ടത്തിൽ നാം കേട്ട ഒരു വാർത്തയാണല്ലോ, പ്രവാസ ലോകത്ത് ഒരുപാട് കാലം അധ്വാനിച്ച് ഒരു വീടുണ്ടാക്കി, ആ വീട്ടിൽ താമസിക്കാൻ വേണ്ടി പ്രവാസ ലോകത്ത് നിന്ന് നാട്ടിലേക്ക് പോയപ്പോ ആ വീട്ടിലേക്ക് കയറി ചെല്ലുന്ന സമയത്ത് മകൻ വിളിച്ചു പറഞ്ഞുവെന്നാണ്, വാപ്പ നിങ്ങൾ ഇങ്ങോട്ട് വരണ്ട, വാപ്പ നിങ്ങൾ ഇപ്പോൾ ഇങ്ങോട്ട് വരണ്ട, നിങ്ങളെങ്ങാനും ഇങ്ങോട്ട് വന്നാൽ ഞാൻ ആത്മഹത്യ ചെയ്യുമെന്ന് ഒരു മകൻ തന്റെ വാപ്പയോട് വിളിച്ചു പറഞ്ഞ വാചകം നമ്മൾ കേട്ടതാണ്. ഏത് വീട്ടിലേക്കാ? ആ മകൻ അധ്വാനിച്ചുണ്ടാക്കിയ വീട്ടിലേക്കല്ല, ഈ വാപ്പ കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയ വീട്ടിലേക്ക് ആ വാപ്പ ചെല്ലുന്നു എന്ന് പറഞ്ഞപ്പോ ഈ ദുനിയാവിന്റെ സുഖവും ഈ ദുനിയാവിന്റെ സന്തോഷവും മാത്രം മുന്നിൽ കണ്ട മക്കളുടെ മറുപടിയാണ്, മക്കളുടെ വാചകമാണ് നമ്മൾ ഈ കേൾക്കുന്നത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ അറിയുക, ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ സുഖങ്ങൾ, നമ്മുടെ ബിസിനസ്, നമ്മുടെ ജോലി, ഇന്ന് നമുക്ക് ചുറ്റിലുമുള്ള ഒരുപാട് സന്തോഷങ്ങൾ, ആഹ്ലാദങ്ങൾ, അതെല്ലാ നിമിഷങ്ങളിലും, എല്ലാ സന്ദർഭങ്ങളിലും എപ്പോഴും അങ്ങനെ തന്നെ ഉണ്ടായിരിക്കുമെന്ന് ഒരാളും തെറ്റിദ്ധരിച്ചു പോകരുത്. ശരിയാണ്, പ്രാർത്ഥിക്കണം, അനുഗ്രഹങ്ങൾ നീങ്ങിപ്പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ ഇന്നി അഊസു ബിക മിൻ സവാലി നിഅമതിക, അള്ളാഹുവേ നീ നൽകിയ അനുഗ്രഹങ്ങൾ നീങ്ങിപ്പോകുന്നതിൽ നിന്നും ഞാൻ നിന്നോട് കാവലിനെ ചോദിക്കുന്നു. ശരിയാണ്, അനുഗ്രഹങ്ങൾ നീങ്ങിപ്പോകാതിരിക്കാൻ, അത് നഷ്ടപ്പെടാതിരിക്കാൻ, അത് പ്രയാസത്തിലേക്ക് പോകാതിരിക്കാൻ അതിനു വേണ്ട കരുതലുകൾ എന്തൊക്കെയുണ്ടോ അതൊക്കെ നമ്മൾ സ്വീകരിക്കണം. അള്ളാഹുവോട് നിരന്തരമായി പ്രാർത്ഥിക്കണം. ഇത് പ്രാർത്ഥിക്കാൻ നമ്മെ പഠിപ്പിച്ച ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെയാണ് മറ്റൊരു വാചകത്തിലൂടെ നമ്മെ കേൾപ്പിച്ചത്, വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസ് വസ്സമറാത്ത്. അള്ളാഹുവിന്റെ വാചകം നോക്കൂ നിങ്ങൾ. ഈ വാചകത്തിൽ, ഈ ആയത്തിൽ അള്ളാഹു സത്യം ചെയ്തു പറയുകയാണ്. വലനബ്ലുവന്നകും, ഖസമിന്റെ ലാമാണ്, സത്യം ചെയ്യാൻ, അതേപോലെ തന്നെ ഉറപ്പിക്കുവാനുള്ള നൂനാണ്, തൗഹീദിന്റെ നൂനാണ്. ഉറപ്പിച്ചുകൊണ്ട്, സത്യം ചെയ്തുകൊണ്ട് അള്ളാഹുവിന്റെ വാചകം. വലനബ്ലുവന്നകും, തീർച്ചയാണ് മനുഷ്യരെ നിങ്ങളെ നാം പരീക്ഷിക്കുക തന്നെ ചെയ്യും. എങ്ങനെ? മിനൽ ഖൗഫി, ഭയം കൊണ്ട് പരീക്ഷിക്കും, വൽ ജൂഇ, വിശപ്പ് കൊണ്ട് പരീക്ഷിക്കും, വനഖ്സി മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത്, പെട്ടെന്നുള്ള മരണങ്ങൾ, അതേപോലെ തന്നെ സാമ്പത്തിക പ്രയാസങ്ങൾ, ഫലവൃക്ഷങ്ങളുടെ കുറവുകൾ. ഇതൊക്കെ ഞാൻ ഇന്ന് നിങ്ങളോട് വിശദീകരിക്കേണ്ടതില്ലല്ലോ. ഇപ്പറഞ്ഞ എല്ലാ പരീക്ഷണങ്ങളും ഒന്നിനു പിറകെ ഒന്നായി ഇന്ന് ലോകം അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. എല്ലാം നേർക്കുനേരെ നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്, അല്ലേ? എനിക്കൊന്നും സംഭവിക്കൂല എന്ന് വിചാരിച്ചിരുന്നവർ അങ്ങേതോ അകലെ മറ്റേതോ രാജ്യത്ത്, അങ്ങ് ചൈനയിൽ അതാരംഭിച്ചപ്പോ വലിയ ഗൗരവമായി നമ്മൾ കണ്ടില്ല. വീണ്ടും മറ്റു പല രാജ്യങ്ങളിലേക്ക് വന്നപ്പോ അതവിടെയല്ലേ എന്ന് പറഞ്ഞ് നമ്മള് വീണ്ടും നമ്മുടെ രാജ്യത്തേക്ക് വന്നപ്പോ അതിന്ന സംസ്ഥാനത്തിലല്ലേ എന്ന് പറഞ്ഞ് നമ്മള് വീണ്ടും നമ്മുടെ സംസ്ഥാനത്തിലേക്ക് വന്നപ്പോ അതിന്ന ജില്ലയിലല്ലേ എന്ന് പറഞ്ഞ് നമ്മള്
നമ്മുടെ ജില്ലയിൽ വന്നപ്പോ അതിന്റെ പഞ്ചായത്തിലല്ലേ എന്ന് പറഞ്ഞ് നമ്മള്, എന്റെ വാർഡിലല്ലല്ലോ എന്ന് പറഞ്ഞ് നമ്മള്, എന്റെ വീട്ടിലല്ലല്ലോ എന്ന് പറഞ്ഞ് നമ്മള് ഇന്ന് നമ്മുടെ വീട്ടിലേക്ക് നമ്മിലേക്ക് കടന്നു വന്ന സാഹചര്യം നമ്മൾ മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന മുഴുവൻ ആളുകൾക്കും എത്രയും വേഗം ശമനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ അറിയണം, പരീക്ഷണങ്ങൾ ഉണ്ടാകും, ഒന്നിനു പിറകെ ഒന്നായി പരീക്ഷണങ്ങൾ ഉണ്ടാകും, യാതൊരു സംശയവും ഒരാൾക്കും വേണ്ടതില്ല. എന്നാൽ അത്തരം അവസ്ഥകൾ നേരിടേണ്ടി വന്നാൽ, അത്തരം പരീക്ഷണങ്ങൾ കാണുന്ന സമയത്ത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ നിലപാട് തളർന്നു പോകേണ്ടവനല്ല, നിരാശപ്പെടേണ്ടവനല്ല, മറിച്ച് ശുഭപ്രതീക്ഷയോടെ എല്ലാ കാര്യങ്ങളെയും, പരീക്ഷണങ്ങളെ നേരിടുവാനും മുന്നോട്ട് ജീവിക്കാൻ അവനെ പ്രേരിപ്പിക്കുകയും വേണമെന്നതാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഉദാഹരണത്തിലൂടെ പഠിപ്പിച്ചു തരുന്നത്. റസൂലുള്ളാഹിന്റെ വാചകം, മസലുൽ മുഅ്മിൻ കമസലിൽ സർഇ ലാ തസാലു റിഹു തുമീലുഹു വലാ യസാലുൽ മുഅ്മിൻ യുസീബുഹുൽ ബലാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സത്യവിശ്വാസിയായ മനുഷ്യൻ അവന് പരീക്ഷണം നേരിട്ടാൽ അവന്റെ ഉദാഹരണം എങ്ങനെയായിരിക്കുമെന്ന് വിശദീകരിച്ചു തരികയാണ്. നല്ല ഒരു കൃഷിയെ പോലെയാണ്. നല്ല കാറ്റുകൾ വരും, പക്ഷേ അതൊരിക്കലും കടപുഴകി വീഴുകയില്ല, അതൊരിക്കലും മറിഞ്ഞു വീഴുകയില്ല. കാരണം എന്താണെന്നറിയുമോ? അതിന്റെ വേരുകൾ ഭൂമിയിലേക്ക് ആഴ്ന്നിരിക്കുകയാണ്. എന്നാൽ വമസലുൽ മുനാഫിഖി കമസലി ശജറത്തിൽ അർസി ലാ തഹ്തസു ഹത്താ തസ്തഹ്സിദ. ആടുക പോലുമില്ല. മുനാഫിക്കിന്റെ ഉദാഹരണം പറയാം. ആ മരങ്ങൾ, ആ വൃക്ഷങ്ങൾ, ആ കൃഷികൾ ആടുക പോലുമില്ല. ഒരു ചെറിയ കാറ്റ് വന്നാൽ മതി, അപ്പോഴേക്കും അത് മറിഞ്ഞു വീഴും. കണ്ടില്ലേ നമ്മൾ, ചെറിയ പരീക്ഷണം വന്നപ്പോഴേക്കും, ചെറിയ ബുദ്ധിമുട്ടുകൾ വന്നപ്പോഴേക്കും പിടിച്ചു നിൽക്കാൻ കഴിയാതെ ആത്മഹത്യയിൽ അഭയം തേടിയ ആളുകൾ, എല്ലാം ഇട്ടെറിഞ്ഞ് ഓടിപ്പോകുന്ന ആളുകൾ, പെട്ടെന്ന് വീണു പോകുന്ന ആളുകൾ. ഇവിടെയാണ് അള്ളാഹുവിന്റെ ഖുർആൻ നമുക്ക് മാതൃക കാണിച്ചു തരുന്നത്. അള്ളാഹുവിന്റെ അമ്പിയാക്കളുടെ ജീവിതം വളരെ കൃത്യമായി നമുക്ക് മാതൃകയായി പഠിപ്പിച്ചു തരുന്നുണ്ട്. മഹാനായ യാക്കൂബ് അലൈഹിസ്സലാത്തു വസ്സലാം 2 മക്കളെ നഷ്ടപ്പെട്ടു. ചരിത്രം ഞാൻ നിങ്ങളോട് വിശദീകരിക്കേണ്ടതില്ല. യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമിനെ ചെറുപ്പത്തിലും അത് കഴിഞ്ഞ് കുറച്ചു നാളുകൾക്ക് ശേഷം മഹാനായ യാക്കൂബ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മറ്റൊരു പുത്രൻ ബിനിയാമീൻ, അദ്ദേഹത്തെയും നഷ്ടപ്പെട്ടു. 2 മക്കളെ നഷ്ടപ്പെട്ട ഒരു വാപ്പാന്റെ വേദന ഒരിക്കലും വിശദീകരിക്കേണ്ടതില്ലല്ലോ. ആ സമയത്തൊക്കെയും മക്കളെ നഷ്ടപ്പെട്ട അന്നു മുതൽ ആ വാപ്പ മറ്റു മക്കളോട് പറയുമായിരുന്നുവെന്നാണ്, യാ ബനിയ്യ ഇദ്ഹബു ഫതഹസ്സസു മിൻ യൂസുഫ വ അഖീഹി. നിങ്ങൾ പോകണം, യൂസുഫിനെയും അവന്റെ സഹോദരനെയും നിങ്ങൾ അന്വേഷിച്ചു കൊണ്ടേയിരിക്കണം. ആ സമയത്തൊക്കെ മക്കൾ പറയും, വാപ്പ നിങ്ങൾക്ക് വേറെ പണിയില്ലേ? എത്രയോ കാലങ്ങൾക്ക് മുമ്പ് ചെറുപ്പത്തിൽ ചെന്നായ പിടിച്ച യൂസുഫിനെ ഇനിയും നിങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുകയാണോ? അവിടെ പിടിച്ചു വെക്കപ്പെട്ട ബിനിയാമീനെ ഇനിയും തിരിച്ചയക്കുമെന്ന് നിങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുകയാണോ? ആ പ്രതീക്ഷ വേണ്ട വാപ്പ, നിങ്ങൾക്ക് പ്രതീക്ഷ വേണ്ടതില്ല എന്നുള്ള രൂപത്തിൽ ആ മക്കൾ പറയുന്ന സമയത്ത് വാപ്പാന്റെ മറുപടി എന്താണെന്നറിയുമോ? വലാത്തൈ അസുമിർ റഹ്മില്ലാ. ഇല്ല മക്കളെ, അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നിരാശ വേണ്ട മക്കളെ, പടച്ച റബ്ബിന്റെ റഹ്മത്തിൽ നിരാശ വേണ്ട മക്കളെ. കാരണം ഇന്നഹു ലാ യഅസു മിൻ റൗഹില്ലാ ഇല്ലൽ ഖൗമുൽ കാഫിരീൻ. ഇല്ലൽ ഖൗമുൽ കാഫിരീൻ. കാഫിറുകളല്ലാതെ, നിഷേധികളല്ലാതെ അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നിരാശയുണ്ടാകില്ല മക്കളെ എന്ന് യാക്കൂബ് അലൈഹിസ്സലാത്തു വസ്സലാം മക്കളോട് മറുപടി പറഞ്ഞതായി, ബാക്കിയുള്ള മക്കളോട് മറുപടി പറഞ്ഞതായി വിശുദ്ധ ഖുർആൻ സൂറത്ത് യൂസുഫിന്റെ 87-ാമത്തെ വാചകത്തിൽ പഠിപ്പിക്കുന്നുണ്ട്. നമ്മൾ കണ്ടില്ലേ, പ്രതീക്ഷയോടുകൂടി കാത്തിരുന്ന യാക്കൂബ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മുന്നിലേക്ക് ആ 2 മക്കളെയും അള്ളാഹു തിരിച്ചു കൊടുത്തില്ലേ? എങ്ങനെ? ആദ്യത്തേതിനേക്കാളും ശക്തമായ രൂപത്തിൽ, നല്ല ആരോഗ്യത്തോടുകൂടി എല്ലാ സൗകര്യങ്ങളും നൽകി അള്ളാഹു തിരിച്ചു നൽകിയില്ലേ? ഇതാണ് സഹോദര മാതൃകയാക്കേണ്ട ജീവിതം. അയ്യൂബ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രം വിശദീകരിക്കേണ്ടതില്ലല്ലോ. പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ അതിശക്തമായ പരീക്ഷണം ഏറ്റുവാങ്ങേണ്ടി വന്ന പ്രവാചകൻ അയ്യൂബ് അലൈഹിസ്സലാത്തു വസ്സലാം ധാരാളം സമ്പത്ത് നൽകി, ഭാര്യമാരെ നൽകി, മക്കളെ നൽകി. അങ്ങനെ ദുനിയാവിൽ ഒരു മനുഷ്യൻ അനുഭവിക്കാൻ കഴിയുന്ന സൗകര്യങ്ങളിലും സന്തോഷങ്ങളിലും പരമാവധി അള്ളാഹു നൽകി. എന്നാൽ സഹോദരങ്ങളെ, അയ്യൂബ് അലൈഹിസ്സലാത്തു വസ്സലാമിനെ ഈ 3 കാര്യങ്ങൾ കൊണ്ട് തന്നെ അള്ളാഹു പരീക്ഷിച്ചു. ഒന്ന് സമ്പത്താണ്, മറ്റൊന്ന് മക്കളാണ്, അതേപോലെ തന്നെ ഭാര്യയെ കൊണ്ടും അള്ളാഹു സുബ്ഹാനഹു വ തആല പരീക്ഷിക്കുകയാണ്. പക്ഷേ ആ സമയത്തൊന്നും അയ്യൂബ് അലൈഹിസ്സലാത്തു വസ്സലാം പ്രതീക്ഷ കൈവിട്ടില്ല, നിരാശനായില്ല. അതിശക്തമായ രോഗം വന്ന് തന്നിലുണ്ടായിരുന്ന എല്ലാ സമ്പത്തും നശിച്ചു പോയ സമയത്തും, എല്ലാം നഷ്ടത്തിലായ സമയത്തും അയ്യൂബ് അലൈഹിസ്സലാത്തു വസ്സലാം വിളിച്ചു. ആരെയെന്നറിയോ? അള്ളാഹുവിനെ വിളിക്കുന്നു. അയ്യൂബ ഇദ് നാദാ റബ്ബഹു അന്നീ മസ്സനിയ ളുർ
വഅൻത അർഹമുർ റാഹിമീൻ. അല്ലാഹുവേ, എനിക്കിതാ കഷ്ടപ്പാടുകൾ ബാധിച്ചിരിക്കുന്നു. നോക്കണേ, ഞാനൊരു പ്രവാചകനല്ലേ, എന്നിട്ടും എന്റെ റബ്ബേ എന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്നു. ചോദിച്ചില്ല അയ്യൂബ് അലൈഹിസ്സലാത്തു വസ്സലാം, എന്തേ എന്നെ ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നുവല്ല, പറഞ്ഞില്ല അയ്യൂബ് അലൈഹിസ്സലാത്തു വസ്സലാം. മറിച്ച് പ്രവാചകനായിട്ടും അള്ളാഹുവിലേക്ക് കൂടുതൽ കൂടുതൽ അടുത്തിട്ടും ആ പ്രവാചകൻ അള്ളാഹു പരീക്ഷിച്ച സമയത്ത് ആ പ്രവാചകൻ അള്ളാഹുവോട് പറയുന്നു, അള്ളാഹുവേ, എനിക്കിതാ പ്രയാസങ്ങൾ ബാധിച്ചിരിക്കുന്നുവല്ല, ബാധിപ്പിച്ചിരിക്കുന്നുവെന്നല്ല, എനിക്ക് പ്രയാസങ്ങൾ കൊണ്ട് ഞാൻ വല്ലാതെ പ്രയാസപ്പെടുന്നുവെന്നല്ല, എനിക്കിതാ പ്രയാസങ്ങൾ ബാധിച്ചിരിക്കുന്നു. പക്ഷേ ഞാൻ നിന്റെ കാരുണ്യത്തിൽ നിരാശനല്ല അല്ലാ, എനിക്കറിയാം നിനക്കെല്ലാം മാറ്റാൻ കഴിയുമെന്ന്. നോക്കൂ നിങ്ങൾ, എന്തെങ്കിലും പ്രയാസങ്ങൾ വരുമ്പോഴേക്കും നേരത്തെ പറഞ്ഞതുപോലെ പതറിപ്പോയി നിരാശരായി എല്ലാം ഇട്ടെറിഞ്ഞു പോകുന്നവരെ, അത്തരമൊരവസ്ഥയിലേക്ക് ഒരു വിശ്വാസിയുടെ ജീവിതം പോകാൻ പാടില്ല എന്നാണ്. അയ്യൂബ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജീവിതം ഒന്നുകൂടെ നമ്മൾ പഠിക്കണം. 70 വർഷം നേരത്തെ പറഞ്ഞ സമ്പന്നതയുടെ മടിത്തട്ടിൽ വളർന്ന ജീവിച്ച അയ്യൂബ് അലൈഹിസ്സലാത്തു വസ്സലാം പിന്നീടുള്ള 18 വർഷം വിശദീകരണത്തിനും അപ്പുറത്താണ്. ഒന്നല്ല, ഒരു കൊല്ലം നമ്മൾ പറഞ്ഞില്ലേ, കഴിഞ്ഞ ഡിസംബറിൽ ആരംഭിച്ചതാ, കഴിഞ്ഞ ജനുവരിയിൽ ആരംഭിച്ചതാ, ഒരു കൊല്ലമാവാൻ പോകുന്നു എന്ന് പറഞ്ഞ് അപ്പോഴേക്കും നിരാശയുടെ വാചകങ്ങൾ പറഞ്ഞില്ലേ. ഓർക്കണേ, അയ്യൂബ് അലൈഹിസ്സലാത്തു വസ്സലാം 18 വർഷം 70 വർഷം സമ്പന്നതയുടെ മടിത്തട്ടിൽ ജീവിച്ച അയ്യൂബ് അലൈഹിസ്സലാത്തു വസ്സലാമിനെ 18 വർഷം അള്ളാഹു പരീക്ഷിച്ചു. ഭാര്യ മറ്റുള്ള വീട്ടിൽ അടുക്കളപ്പണിക്ക് പോകേണ്ടി വന്നു. നാട്ടുകാർ ബഹിഷ്കരിച്ചു, എല്ലാവരും ബഹിഷ്കരിച്ചു. ദിവസങ്ങളോളം ആ വീട്ടിൽ പട്ടിണിയായി എന്ന് ചരിത്രം നമ്മളെ പഠിപ്പിക്കുകയാണ്. പക്ഷേ അവിടെയൊന്നും അയ്യൂബ് അലൈഹിസ്സലാത്തു വസ്സലാം പതറിയില്ല, അള്ളാഹുവിനെ വിളിച്ചുകൊണ്ടേയിരുന്നു. അള്ളാഹു അതിനുള്ള ഉത്തരം നൽകിയെന്ന് ചരിത്രം നമ്മളെ വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. അദ്ദേഹത്തിൽ നിന്നും നാം തിരിച്ചെടുത്ത അദ്ദേഹത്തിന്റെ കുടുംബത്തെ അള്ളാഹു തിരിച്ചു നൽകിയെന്നാണ് മുഫസ്സിറുകൾ വിശദീകരിക്കുന്നത്. മരണപ്പെട്ടു പോയ 11-13 മക്കൾ ഉണ്ടായിരുന്നു. ആ മക്കളെയൊക്കെ അള്ളാഹു തിരിച്ചു നൽകി എന്നാണ്. അദ്ദേഹത്തിന് നഷ്ടപ്പെട്ട അദ്ദേഹത്തിന്റെ സമ്പത്ത് ഒന്നടങ്കം അദ്ദേഹത്തിന് തിരിച്ചു നൽകി എന്നാണ്. എന്നിട്ട് അള്ളാഹ് പറഞ്ഞ വാചകം എന്തെന്നറിയോ? റഹ്മത്തൻ മിൻ ഇൻദിനാ വദിക്റാ ലിൽ ആബിദീൻ. ഇത് നമ്മുടെ കാരുണ്യത്തിൽപ്പെട്ടതാണ്, ഇത് നമ്മുടെ കാരുണ്യത്തിൽപ്പെട്ടതാണ്. അതുകൊണ്ട് വിശ്വാസികളെ, അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നിരാശപ്പെടേണ്ടതില്ല. നമ്മൾ പറയണ്ട എല്ലാം തകർന്നുവെന്ന് നമ്മൾ പറയണ്ട. ഇനിയൊരു തിരിച്ചു വരവ് നടക്കൂല. നമ്മൾ പറയാം എല്ലാം തകർന്നു, കൊറോണയെല്ലാം നശിപ്പിച്ചു, എത്ര മാസമായി, എത്ര നാളായി ഞാൻ വീട്ടിൽ കയറിയിരിക്കുന്നു, എന്റെ കട പൂട്ടിയിട്ടിരിക്കുന്നു, എന്റെ ബിസിനസ് എല്ലാം നഷ്ടത്തിലാണ്. പറയേണ്ട വിശ്വാസികളെ, അത്തരമൊരു നാവ്, അത്തരമൊരു വാചകം നിരാശയോടുകൂടി നമ്മൾ വേണ്ട. ശരിയാണ്, ഒരാളെയും വിസ്മരിച്ചുകൊണ്ടല്ല എന്റെ ഈ സംസാരം. പ്രയാസങ്ങൾ ഉണ്ടാകും, ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. പക്ഷേ അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നിരാശ വന്ന് എന്തേ റബ്ബ് എന്നോട് ഇങ്ങനെ, എന്തേ റബ്ബ് കാണുന്നില്ലേ ഇതൊന്നും, ഇത്തരം വാചകങ്ങൾ നമ്മുടെ നാവിൽ നിന്നും പുറത്തു വരേണ്ടതില്ല. ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ, ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ. അള്ളാഹുവിന്റെ വാചകം അങ്ങനെയാണ്. അള്ളാഹുവിന്റെ കാരുണ്യത്തെ തൊട്ട് ഒരിക്കലും നിങ്ങൾക്ക് നിരാശ വേണ്ടതില്ല. വേണ്ട മുസ്ലിമേ, വേണ്ട വിശ്വാസികളെ, ഒരിക്കലും അത്തരമൊരു നിരാശ നമുക്ക് വേണ്ട. നമുക്ക് വേണ്ടത് പ്രത്യാശയാണ്, നമുക്ക് വേണ്ടത് പ്രതീക്ഷയാണ്. ഈ വൈറസുകളെയൊക്കെ സൃഷ്ടിച്ച അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിനെയൊക്കെ മറികടക്കാൻ കഴിവുള്ള അതിശക്തമായ മറ്റൊരു വൈറസിനെ സൃഷ്ടിക്കുവാൻ കഴിവുള്ളവനാണ് എന്ന കാര്യം നാം മറന്നു പോകരുത്. അതിനുള്ള വാക്സിൻ കണ്ടുപിടിക്കാനുള്ള കഴിവുകൾ അതിന്റെ ആളുകൾക്ക് നൽകുമെന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ള വാഗ്ദാനം തന്നെയാണ്. അതുകൊണ്ട് നിരാശയില്ലാതെ അള്ളാഹുവിലേക്ക് കൈകൾ ഉയർത്താൻ നമുക്ക് കഴിയണം. നമ്മൾ അറിയണം, പ്രതീക്ഷയോടുകൂടി അള്ളാഹുവിലേക്ക് ഉയർത്തിയ ഒരു കൈകളും നിരാശയോടുകൂടി മടങ്ങേണ്ടി വരില്ല എന്ന് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഒരിക്കലും അള്ളാഹു നമ്മളെ കൈവിടില്ല. അള്ളാഹു ഒരു പരിഹാരം നമുക്ക് നിശ്ചയിച്ചു തരും. ഏതൊക്കെ പ്രതിസന്ധി ഘട്ടങ്ങൾ മുന്നിൽ വന്നാലും അള്ളാഹുവിൽ തവക്കുൽ ചെയ്യാൻ, പടച്ച റബ്ബിൽ വിശ്വാസമർപ്പിക്കാൻ, അള്ളാഹുവിൽ യഖീനോടുകൂടി കൂടുതൽ എടുക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? എങ്കിൽ അള്ളാഹു ഒരു പരിഹാരം നിങ്ങൾക്ക് തരും. കണ്ടതാണല്ലോ, മൂസാ അലൈഹിസ്സലാത്തു വസ്സലാം മുന്നിൽ ചെങ്കടലാണ്, പിന്നിൽ ഫറോവയാണ്. പക്ഷേ പ്രതീക്ഷ കൈവിടാതെ മൂസാ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞ വാചകം ഖാല കല്ലാ ഇന്ന മഈ റബ്ബി സയഹ്ദീൻ. എന്നോടൊപ്പം എന്റെ റബ്ബുണ്ട്, അവൻ എനിക്കൊരു പരിഹാരം നിശ്ചയിച്ചു തരും, അവൻ എനിക്കൊരു വഴി കാണിച്ചു തരും. കണ്ടില്ലേ ആ വഴി എന്താണെന്ന് നമ്മൾ അറിയണം സഹോദരങ്ങളെ. ഇങ്ങനെ ഹാജറ ബീവി റളിയല്ലാഹു അൻഹയുടെ ചരിത്രം
തന്റെ മകനിതാ വെള്ളത്തിനു വേണ്ടി കരയുകയാണ്. കയ്യിലുണ്ടായിരുന്ന തോൽപാത്രത്തിലെ വെള്ളം കഴിഞ്ഞുപോയി, തന്റെ മുലപ്പാല് വറ്റിപ്പോയി. ഇനി എന്തു ചെയ്യും? നിരാശയോടുകൂടി എല്ലാം തകർന്നല്ലോ, ഒരിക്കലും ഇനി വെള്ളം ലഭിക്കൂല എന്ന് വിചാരിച്ചിരുന്നില്ല. ആ വരണ്ടുണങ്ങിയ ഭൂമിയിൽ, ചുറ്റുഭാഗത്തും മലകൾ മാത്രം തിങ്ങി നിൽക്കുന്ന ആ ഭൂമിയിൽ മഹദി ഹാജറ ബീവി റളിയല്ലാഹു അൻഹ സഫാ മർവക്കടയിൽ ഓടിയ ഓട്ടം ഒന്നല്ല, രണ്ടല്ല, മൂന്നല്ല, 7 തവണ ഓടി, വെള്ളമന്വേഷിച്ചോടി എന്ന് ചരിത്രം നമ്മളെ പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നത് പ്രതീക്ഷയോടുകൂടി അള്ളാഹുവിലേക്ക് കൈകൾ ഉയർത്താൻ നമുക്ക് സാധിച്ചാൽ, പടച്ച റബ്ബിലേക്ക് കൈകൾ ഉയർത്താൻ സാധിച്ചാൽ, നിരാശയില്ലാതെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞാൽ തീർച്ചയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പരിഹാരം നിശ്ചയിച്ചു തരും എന്ന് തന്നെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തെ പ്രതീക്ഷയോടുകൂടി കാണണമെന്ന് പഠിപ്പിക്കുന്ന എത്രയെത്ര വാചകങ്ങളാണെന്നറിയുമോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇൻ ഖാമത്തി സഅതു വഫീ യദി അഹദികും ഫസീല, ഖിയാമത്തിന്റെ ആരവം കേൾക്കുന്ന സമയത്ത് നിങ്ങളുടെ കയ്യിൽ ഒരു ചെടിയുടെ തണ്ടുണ്ടെങ്കിൽ ഫഇൻ ഇസ്തതഅ അല്ലാ യഖൂമ ഹത്താ യഗ്രിസഹാ ഫലിയഗ്രിസുഹാ, അത് എത്രയും വേഗം നിങ്ങൾ നട്ടുപിടിപ്പിക്കണമെന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ ഒരു രോഗിയെ സന്ദർശിക്കാൻ പോയാൽ അവിടെ പ്രതീക്ഷയുടെ വർത്തമാനം പറയണമെന്ന് പഠിപ്പിച്ച മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എത്രയെത്ര ചരിത്രങ്ങളാ! പ്രതീക്ഷ കൈവിടല്ലേ, പ്രതീക്ഷയോടുകൂടി ജീവിതം നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് പഠിപ്പിക്കുന്ന, നമുക്ക് ആവേശം നൽകുന്ന ഒരുപാട് ചരിത്ര സംഭവങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മുന്നിലേക്ക് ശത്രുക്കളുടെ പീഡനമേറ്റ് പ്രയാസപ്പെട്ട് വീട്ടിൽ നിന്നും പുറത്തിറങ്ങാൻ പോലും കഴിയാത്ത രൂപത്തിൽ പീഡിപ്പിക്കുന്ന ശത്രുക്കളുടെ പ്രയാസങ്ങളേറ്റ്, അതേപോലെ തന്നെ ശരീരത്തിൽ മുറിവുകളുമായി ഹബീബിന്റെ മുന്നിലേക്ക് വരുന്ന, എപ്പോഴാണ് അല്ലാഹുവിന്റെ സഹായം എന്ന് ചോദിക്കുന്ന ആ സ്വഹാബത്തിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഒരു മറുപടിയുണ്ട്, വല്ലാഹി, അല്ലാഹുവാണ് സത്യം സഹാബ, ഒരാളും ഭയക്കാതെ, ഒരു ശത്രുവിനെയും പേടിക്കാതെ, നിർഭയരായി ദീർഘദൂരം യാത്ര ചെയ്യാൻ കഴിയുന്ന ഒരു കാലം നിങ്ങൾക്ക് വരാനുണ്ട്. നിങ്ങൾ നിരാശരാവല്ല സ്വഹാബ എന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ഒരുപാട് സംഭവങ്ങൾ ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പറയുകയാണ്, എന്റെ ഭർത്താവ് അബൂ സലമ റളിയല്ലാഹു അൻഹു മരണപ്പെട്ട സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് പ്രാർത്ഥിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടു. അല്ലാഹുമ്മ അജ്ർനി ഫീ മുസീബത്തി വഅഖ്ലിഫ് ലി ഖൈറൻ മിൻഹാ, അല്ലാഹുവേ, എന്റെ ഈ വിപത്തിൽ നിന്ന് എനിക്ക് നീ പ്രതിഫലം നൽകണമേ, എന്റെ ഈ വിപത്തിൽ എനിക്ക് നീ പ്രതിഫലം നൽകണമേ, ഇതിനേക്കാളും നല്ല വഅഖ്ലിഫ് ലി ഖൈറൻ മിൻഹാ, ഇതിനേക്കാളും നല്ല ഒരു പകരക്കാരനെ എനിക്ക് നീ നൽകണമേ. റസൂലുള്ളാഹി പറഞ്ഞു, ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ ഇല്ലാ അജറഹുല്ലാഹു ഫീ മുസീബത്തിഹി വഅഖ്ലഫ ലഹു ഖൈറൻ മിൻഹാ, അല്ലാഹു നിനക്ക് പ്രതിഫലം നൽകും, നിങ്ങൾക്കുള്ളതിനേക്കാളും നഷ്ടപ്പെട്ടതിനേക്കാളും ഏറ്റവും ഉത്തമമായത് നിങ്ങൾക്ക് ലഭിക്കുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. അബൂസലമയുടെ മരണസമയത്ത്, തന്റെ ഭർത്താവിന്റെ മരണസമയത്ത് അവിടേക്ക് കടന്നു ചെന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മു സലമയോട് പറഞ്ഞ വാചകങ്ങളാണ്. ഉമ്മു സലമ പറയുന്നുണ്ട്, എനിക്കെന്റെ അബൂസലമയേക്കാൾ നല്ലൊരു പകരക്കാരനോ ഒരിക്കലും ലോകത്തൊരാൾക്കും എന്റെ അബൂസലമയേക്കാൾ, എന്റെ ഭർത്താവിനേക്കാൾ നല്ലൊരു പകരക്കാരന് ഈ ലോകത്ത് എനിക്ക് കിട്ടില്ല. എന്റെ ഭർത്താവ് എന്നെ സ്നേഹിച്ചതുപോലെ എന്നെ സ്നേഹിക്കുന്ന ഒരാളും എന്റെ ഭർത്താവിന് പകരമായി എനിക്ക് കിട്ടില്ല എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ റസൂലുള്ളാഹി പഠിപ്പിച്ച പ്രാർത്ഥനയാണല്ലോ ഞാൻ പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനക്കൊടുവിൽ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഫഅഖലഫല്ലാഹു ലി ഖൈറൻ മിൻഹു, എനിക്ക് എന്റെ അബൂസലമയേക്കാൾ ഉത്തമനായ ഒരു ഭർത്താവിനെ അള്ളാഹു എനിക്ക് തന്നു. നോക്കണേ, അബൂസലമയേക്കാൾ നല്ലൊരു ഭർത്താവിനെ എനിക്ക് കിട്ടുകയോ എന്ന് ആലോചിക്കുകയും ചിന്തിക്കുകയും ചെയ്ത ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. റസൂലുള്ളാഹി പഠിപ്പിച്ച പ്രാർത്ഥന അവസാനം പറയുന്നു, അബൂസലമയേക്കാൾ നല്ലൊരു ഭർത്താവിനെ എനിക്ക് കിട്ടി. അതാരെന്നറിയുമോ? മഹാനായ പ്രവാചകൻ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു പകരം നൽകി. നോക്കണേ സഹോദരങ്ങളെ, അള്ളാഹുവിലേക്ക് കൈകൾ ഉയർത്തി പടച്ച റബ്ബിനോട് ദുആ ചെയ്താൽ ഒരിക്കലും നിങ്ങൾക്ക് നിരാശപ്പെടേണ്ടി വരില്ല. റസൂലുള്ളാഹി പ്രാർത്ഥിച്ചില്ലേ അള്ളാഹുവിനോട്, ഉമറൈനികളിൽ ഒരാളെ കൊണ്ട് അല്ലാഹുവേ ഇസ്ലാമിന് കരുത്തേകണേ അല്ലാഹ്. ആരെക്കുറിച്ചാണ്? ഉമറിന്റെ കഴുത മുസ്ലിമായാലും ഉമർ മുസ്ലിമാകില്ല എന്ന ആളുകൾ പറഞ്ഞിരുന്ന ഉമർ ഇബ്നുൽ ഖത്താബ്, അതേപോലെ തന്നെ അബൂജഹൽ, ഇസ്ലാമിന്റെ കൊടിയ ശത്രുക്കളായിരുന്നു രണ്ടുപേർ. പക്ഷേ റസൂലുള്ളാഹി പ്രതീക്ഷ കൈവിട്ടില്ല, അള്ളാഹുവോട് പ്രാർത്ഥിച്ചു കൊണ്ടേയിരുന്നു, അള്ളാഹുവേ, ഉമറൈനികളിൽ ഒരാളെ കൊണ്ട് ഈ ഇസ്ലാമിന് കരുത്തേകണേ.
നമ്മൾ കണ്ടില്ലേ, ലോകം കണ്ട നേതാക്കളിൽ രണ്ടാമത്തെ അമരക്കാരനായി റസൂലുള്ളാഹിന്റെ രണ്ടാമത്തെ പിൻഗാമിയായി അള്ളാഹു തിരഞ്ഞെടുത്തില്ലേ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ. ഒരാളെയും തള്ളിക്കളയണ്ട എന്നാണ്, നിരാശയോടുകൂടി പ്രതീക്ഷയില്ലാത്തൊരു ജീവിതം നയിക്കണ്ട എന്നാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. ത്വായിഫിലെ ജനങ്ങൾ കല്ലെറിഞ്ഞു, മുറിവേറ്റ് ചോരയൊലിച്ചിരിക്കുന്ന റസൂലുള്ളാഹിന്റെ അടുത്തേക്ക് പർവ്വതത്തിന്റെ മാലാക കടന്നു വരികയാണ്. എന്നിട്ട് പറഞ്ഞു, വഅന മലക്കുൽ ജിബാൽ, ഞാനാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, പർവ്വതത്തിന്റെ മലക്കാണ്. നിന്നെ പീഡിപ്പിച്ച, നിന്നെ പ്രയാസപ്പെടുത്തിയ ആളുകളെ ഈ പർവ്വതം കൊണ്ട് നശിപ്പിക്കാൻ വേണ്ടി അള്ളാഹു എന്നെ പറഞ്ഞയച്ചതാണ്. നിന്റെ അഭിപ്രായം എന്താണെന്ന് ചോദിക്കുമ്പോ റസൂലുള്ളാഹിന്റെ മറുപടി എന്താണെന്നറിയോ? വേണ്ട മലക്കുൽ ജിബാൽ, അവരുടെ മക്കളിൽ ഞാൻ ഒരു പ്രതീക്ഷ കാണുന്നുണ്ട്. നാളെ റബ്ബിനെ മാത്രം ആരാധിക്കുന്ന ഒരു തലമുറ ഇവരിൽ നിന്നും വരും, കടന്നു വരും, ഇവരുടെ പിൻഗാമികളായി വരുമെന്ന് ഞാനൊരു പ്രതീക്ഷ കാണുന്നുണ്ട് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതായിരുന്നു പ്രിയപ്പെട്ടവരെ നമ്മുടെ മുൻഗാമികൾ, ഇതായിരുന്നു പ്രവാചകന്മാർ, ഇതായിരുന്നു മുൻഗാമികൾ, ഇതായിരുന്നു സ്വഹാബികളുടെ ജീവിതം. എന്തിനേറെ നമ്മുടെ നാട്ടിലേക്ക് ഇന്ന് കടന്നു ചെന്നാൽ നമ്മുടെ നാട്ടിൽ നാനാഭാഗങ്ങളിലും തല ഉയർത്തി നിൽക്കുന്ന മിനാരങ്ങളില്ലേ, പള്ളികളില്ലേ, യത്തീംഖാനകളില്ലേ, അതേപോലെ തന്നെ അറബി കോളേജുകളിലെ ഇസ്ലാമിക സ്ഥാപനങ്ങളിലെ അതൊക്കെ ഇന്നലകളിൽ നമ്മുടെ നായകന്മാർ നമ്മെ പ്രതീക്ഷിച്ച്, അഥവാ നാളെയെ പ്രതീക്ഷിച്ച് നമ്മുടെ മുൻഗാമികൾ പ്രിയപ്പെട്ടവരെ അവരൊക്കെ ചെയ്തു വെച്ചതിന്റെ സുഖങ്ങളും സന്തോഷങ്ങളുമാണ് ഇന്ന് ഞാനും നിങ്ങളും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അവർ പ്രതീക്ഷയോടുകൂടി നമ്മിൽ പ്രതീക്ഷിച്ചുകൊണ്ടാണ്, പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ടാണ് അതിനൊക്കെ അവർ തുടക്കം കുറിച്ചത്. ഞാൻ പറഞ്ഞു വന്നത് ഞാൻ അവസാനിപ്പിക്കുകയാണ് സഹോദരങ്ങളെ. പ്രതീക്ഷയോടുകൂടി ജീവിതത്തെ നേരിടാൻ കഴിയണം. ജീവിതത്തെ എത്ര വലിയ പരീക്ഷണങ്ങൾ കടന്നു വന്നാലും ദുഃഖിക്കണ്ട എന്നോ സങ്കടപ്പെടണ്ട എന്നോ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. മറിച്ച് അള്ളാഹുവിന്റെ കാരുണ്യത്തിലോ അള്ളാഹുവുമായി ബന്ധപ്പെട്ട വിശ്വാസത്തിലോ ഒരു കാരണവശാലും നമുക്ക് നിരാശ കടന്നു വരാൻ പാടില്ല. അള്ളാഹു വിധിച്ചതല്ലാതെ, അള്ളാഹു തീരുമാനിച്ചതല്ലാതെ ഒന്നും ഈ ലോകത്ത് കടന്നു വരില്ല എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കണം സഹോദരങ്ങളെ. അള്ളാഹുവിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആൻ നമ്മളോട് പറഞ്ഞല്ലോ, അള്ളാഹുവിന്റെ പ്രവാചകന്മാർ പ്രതീക്ഷയോടും പ്രത്യാശയോടും കൂടിയായിരുന്നു, ആഗ്രഹത്തോടു കൂടിയായിരുന്നു അവർ അള്ളാഹുവോട് ദുആ ചെയ്തിരുന്നത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ മാറണം. ഓരോ പരീക്ഷണങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോ ഒരു ധൈര്യം സംഭരിക്കാൻ, അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കാൻ, അള്ളാഹുവിന്റെ കാരുണ്യത്തെ കൂടുതൽ പ്രതീക്ഷിക്കാൻ നമുക്ക് സാധിക്കണം. പ്രതീക്ഷയോടുകൂടി നാളെയുടെ ജീവിതത്തെ നേരിടാൻ സഹോദരങ്ങളെ നമുക്ക് കഴിയണം. ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ, പരീക്ഷണങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി കടന്നു വരും. മുൻപൊക്കെ ഓരോ പരീക്ഷണങ്ങൾ കടന്നു വന്നപ്പോ അതൊക്കെ കഴിഞ്ഞു പോകുമ്പോഴും നമ്മൾ പറഞ്ഞില്ലേ അത് അവസാനിച്ചു, ഇനിയില്ല എന്ന് സമാധാനിച്ചിരിക്കുമ്പോഴേക്കും ഓരോരോ പരീക്ഷണങ്ങൾ, പനി വന്നു, അതിനുശേഷം മറ്റൊരു പനി വന്നു, അതിനുശേഷം വീണ്ടും പനി വന്നു, വീണ്ടും പ്രളയങ്ങൾ വന്നു, അവസാനിച്ചു എന്ന് വിചാരിച്ച പ്രളയം വീണ്ടും വന്നു. അതങ്ങനെ വിചാരിച്ച് അവസാനിച്ചുവെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ്, കരുതിയപ്പോഴാണ് വീണ്ടും കൊറോണ വന്നിട്ടുള്ളത്. അള്ളാഹുവിന്റെ വാചകം നോക്കൂ നിങ്ങൾ, ഇതും അവസാനിച്ചുവെന്ന്, ഇതോടുകൂടി ഇതിനൊരു വാക്സിൻ കണ്ടുപിടിച്ചാൽ അതോടുകൂടി അവസാനിക്കും അള്ളാഹുവിന്റെ പരീക്ഷണം എന്നൊന്നും നിങ്ങൾ കരുതണ്ട. അവലാ യറൗന അന്നഹും യുഫ്തനൂന ഫീ കുല്ലി ആമിൻ മറത്തൻ ഔ മറത്തൈനി സുമ്മ ലാ യതൂബൂന വലാ ഹും യസ്സക്കറൂൻ. സൂറത്ത് തൗബയിലെ 126-ാമത്തെ വാചകമാണ്. അള്ളാഹ് ചോദിക്കുകയാണ്, ഓരോ കൊല്ലവും, അള്ളാഹുവിന്റെ ചോദ്യമാണ്, ഓരോ കൊല്ലവും ഒന്നും രണ്ടും പരീക്ഷണങ്ങൾ അവർക്ക് നേരിടേണ്ടി വരുന്നത് അവർ കാണുന്നില്ലേ? എന്നിട്ടും അവർ ഖേദിച്ചു മടങ്ങുന്നില്ല, അവർ ചിന്തിച്ചു മനസ്സിലാക്കുന്നില്ല എന്നതാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിലേക്ക് നിരന്തരമായി നമ്മൾ മടങ്ങുക. ഒരിക്കലും പ്രതീക്ഷ നമ്മൾ കൈവിടണ്ട, ഒരിക്കലും നിരാശ നമ്മിലേക്ക് വരേണ്ടതില്ല. വറഹ്മതി വസിഅത് കുല്ല ശൈഇൻ, വറഹ്മതി വസിഅത് കുല്ല ശൈഇൻ, എല്ലാ വസ്തുക്കൾക്കും എന്റെ കാരുണ്യം വിശാലമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ശരിയാണ് സഹോദരങ്ങളെ, ചെറിയ പ്രയാസങ്ങളില്ല എന്നൊന്നുമല്ല. ലോകം മുഴുവൻ അതിശക്തമായ പരീക്ഷണം അനുഭവിച്ചു കൊണ്ടിരിക്കുക തന്നെയാണ്. പക്ഷേ ഈ സമയത്തിൽ നിരാശയല്ല വിശ്വാസിക്കുണ്ടാവേണ്ടത്, മറിച്ച് പ്രതീക്ഷയാണ്. ഇന്ന മഅൽ ഉസ്രി യുസ്റാ, അള്ളാഹു നാളെ ഇതിനേക്കാളും നല്ല ഒന്ന് അള്ളാഹു കണ്ടിട്ടുണ്ടാകും, അള്ളാഹു നമുക്ക് കാണിച്ചു തരും, ഇതിൽ നിന്നും അള്ളാഹു നമ്മെ കരകയറ്റും. ഇന്നലകളിൽ നമുക്ക് സന്തോഷവും സമാധാനവും സൗഖ്യവും ആഹ്ലാദങ്ങളും തരാൻ കഴിവുള്ള റബ്ബാണെങ്കിൽ തീർച്ചയാണ് അള്ളാഹു നാളെയും നമുക്ക് പ്രതീക്ഷകളും നമുക്ക് സന്തോഷങ്ങളും നമുക്ക് സമാധാനവും തരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഒരാൾക്കും വേണ്ടതില്ല. അതുകൊണ്ട് അള്ളാഹുവിന്റെ സഹായത്തിലും അള്ളാഹുവിന്റെ കാരുണ്യത്തിലും ഒരൽപ്പം പോലും നിരാശയില്ലാതെ
കൂടുതൽ കൂടുതൽ അള്ളാഹുവിലേക്ക് അടുക്കാൻ നമുക്ക് കഴിയണം. അതിന് കൂടുതൽ കൂടുതൽ സുന്നത്തായ അമലുകൾ ചെയ്യുക, പടച്ച റബ്ബിലേക്ക് നമ്മൾ കൈകൾ ഉയർത്തുക, അള്ളാഹുവിനോട് ചോദിച്ചുകൊണ്ടേയിരിക്കുക. അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട അമലുകൾ ധാരാളമായി നമ്മൾ ചെയ്യുക, ധാരാളമായി ഇസ്തിഗ്ഫാർ ചെയ്യുക. ഇസ്തിഗ്ഫാർ ചെയ്യുന്ന ഒരു സമൂഹത്തെ, ഇസ്തിഗ്ഫാർ ചെയ്യുന്ന സമയത്ത് അള്ളാഹു നശിപ്പിക്കുകയില്ല എന്ന വിശുദ്ധ ഖുർആനിന്റെ വാചകം. സ്വലാത്തുകൾ അധികരിപ്പിക്കുക. മുൻപത്തെ പോലെയുള്ള ഒരു ജീവിതം, സുഖങ്ങളും സന്തോഷങ്ങളും ഉണ്ടായ സമയത്ത് എങ്ങനെയായിരുന്നു നമ്മൾ ജീവിച്ചത്, അതിൽ നിന്നും ഒരൽപ്പം മാറി, ഒരൽപ്പം തഖ്വയും തവക്കുലും ഈമാനുമൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ ഈ ഒരു പരീക്ഷണം നമുക്ക് കാരണമാകണം. ഇന്നും നമ്മൾ മാറിയിട്ടില്ലെങ്കിൽ, ഈ ഒരു പരീക്ഷണത്തെയും ഈ ഒരു പരീക്ഷണത്തിനും നമ്മ മാറ്റാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ, ഒരുപക്ഷെ നാളെയുടെ ജീവിതത്തിൽ, മരണത്തിന് ശേഷമുള്ള ജീവിതത്തിൽ നമ്മെ കാത്തിരിക്കുന്നത് വലിയ പ്രയാസമായിരിക്കുമെന്ന കാര്യം നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയുക. അതുകൊണ്ട് നിരാശയില്ലാതെ എന്താണോ ഈ ഒരു പ്രയാസത്തെ, പ്രതിസന്ധിയെ മറികടക്കാൻ ഭൗതികമായി എനിക്ക് ചെയ്യാൻ കഴിയുക, അതൊക്കെ അതിൻ്റെതായ രൂപത്തിൽ നാം ചെയ്യുകയും, അതിനേക്കാൾ ഉപരി ഇത്തരം പരീക്ഷണങ്ങൾ നമുക്ക് കൊണ്ടുവരാനും, ഈ പരീക്ഷണങ്ങളെ മാറ്റി ഇതിനേക്കാൾ സന്തോഷമുള്ള അവസ്ഥകൾ നമുക്ക് തിരിച്ചു തരാനും കഴിവുള്ള നാഥന്റെ കാരുണ്യത്തിൽ നിരാശയില്ലാതെ അള്ളാഹുവിലേക്ക് കൂടുതൽ കൂടുതൽ അടുക്കുവാനും ഈ സമയത്ത് പ്രത്യേകിച്ച് നമ്മൾ തയ്യാറാവുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങളും പ്രതിസന്ധികളും എത്രയും വേഗം നമ്മിൽ നിന്ന് മാറ്റി അള്ളാഹു എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. എല്ലാവരെയും അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഒത്തൊരുമിക്കൽ ഒരു സ്വാലിഹായ അമലായി അള്ളാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ സംഭവിച്ച ഒരുപാട് തിന്മകൾ, ഒരുപാട് തെറ്റുകുറ്റങ്ങൾ, ഒരുപാട് പ്രയാസങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അതെല്ലാം വിട്ടുപുറത്തു മാപ്പാക്കി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നും മരണപ്പെട്ടു പോയ നമ്മുടെയൊക്കെ പലരുടെയും ഉമ്മമാര്, ഉപ്പമാര്, കൂട്ടുകാർ, കുടുംബക്കാർ, ഉസ്താദുമാർ, പണ്ഡിതന്മാർ, അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്കൊക്കെയും മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെ ഖബറുകൾ അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. എന്തെങ്കിലും പ്രയാസങ്ങൾ അവരുടെ ഖബറിൽ അവർ അനുഭവിക്കുന്നുവെങ്കിൽ എല്ലാവിധ പ്രയാസങ്ങളും മാറ്റി അള്ളാഹു അവിടെ സന്തോഷവും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രത്യേകമായി ദുആ ചെയ്യുകയാണ്. കഴിഞ്ഞ ദിവസം മരണപ്പെട്ട ബഹുമാന്യനായ ഡോക്ടർ മൻസൂർ സാഹിബ് തെക്കൻ ജില്ലകളിൽ നവോത്ഥാന സംരംഭങ്ങൾക്ക് നേതൃത്വം നൽകുകയും അതിശക്തമായ പ്രബോധന പ്രവർത്തനങ്ങൾക്ക് മുന്നിൽ നിൽക്കുകയും ചെയ്ത മഹാനായ ഒരു മനുഷ്യനായിരുന്നു, ഒരു ഡോക്ടറായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ ദിവസം നമ്മിൽ നിന്ന് അള്ളാഹുവിലേക്ക് യാത്രയായി. അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ ബർസഖി ജീവിതം അള്ളാഹു അദ്ദേഹത്തിന് സമാധാനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഏതാനും സമയങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഒരു സഹോദരൻ MSMന്റെ സംസ്ഥാന ഭാരവാഹി കോഴിക്കോട് വെച്ച് ഒരു ആക്സിഡന്റിൽ ഒരു പ്രയാസപ്പെട്ട് ഇപ്പോ ICUവിലാണ്, കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് എന്ന് നമ്മളോട് പ്രത്യേകമായി ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് എത്രയും പെട്ടെന്ന് ആശ്വാസം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ വേദനകൾക്ക് അള്ളാഹു ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെയൊക്കെ പല സഹോദരങ്ങളും വലിയ പ്രയാസത്തിലാണ്, വലിയ വേദനയിലാണ്. പ്രത്യേകിച്ച് കോവിഡുമായി ബന്ധപ്പെട്ട് പോസിറ്റീവാണ് റിസൾട്ട് വന്നതുകൊണ്ട് തന്നെ വലിയ വേദനയിലാണ്. അള്ളാഹു അവർക്കൊക്കെയും എത്രയും വേഗം ആശ്വാസം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പലരും പ്രത്യേകമായി ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. ഞാൻ ഓരോരുത്തരുടെയും പേരെടുത്ത് പറയേണ്ടതില്ലല്ലോ, എല്ലാവർക്കും അറിയാം. എന്റെ മനസ്സിലുണ്ട്, ഞാൻ ദുആ ചെയ്യുന്ന സമയത്ത് ഒരുപാട് ആളുകളുടെ ചിത്രങ്ങൾ, ഒരുപാട് മുഖങ്ങൾ എന്റെ മനസ്സിലേക്ക് വരുന്നുണ്ട്. നിങ്ങളുടെ ഓരോരുത്തരുടെ മനസ്സിലേക്കും ആമീൻ പറയുന്ന സമയത്ത് നിങ്ങളുടെ ഓരോരുത്തരുടെ മനസ്സിലും അത്തരം മുഖങ്ങൾ, അത്തരം ചിത്രങ്ങൾ ഉണ്ടാകുമെന്ന് എനിക്കറിയാം. പ്രയാസങ്ങൾ അനുഭവിക്കുന്ന കുട്ടികളുണ്ട്, ഉമ്മമാരുണ്ട്, ഭാര്യമാരുണ്ട്, സഹോദരിമാരുണ്ട്, സഹോദരങ്ങളുണ്ട്, കൂട്ടുകാർ. അള്ളാഹു അവർക്കൊക്കെ എത്രയും വേഗം ശമനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ, ആശ്വാസം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ പ്രാർത്ഥനയാണ്. ഞാൻ വീണ്ടും എല്ലാവരോടും പറയട്ടെ സഹോദരങ്ങളെ, പ്രാർത്ഥന ഒരു നിമിഷം പോലും നമ്മൾ മാറ്റിവെക്കരുത്. നിരന്തരമായി അള്ളാഹുവിലേക്ക് നമ്മൾ കൈകൾ ഉയർത്തുക. നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതോടൊപ്പം മറ്റുള്ളവർക്ക് വേണ്ടി, മറ്റുള്ളവരുടെ അഭാവത്തിലും നാം പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കുക. അള്ളാഹു നമ്മുടെ പ്രാർത്ഥന സ്വീകരിക്കുമാറാകട്ടെ. സാമ്പത്തികമായും ശാരീരികമായും മാനസികമായും പ്രയാസപ്പെടുന്ന ഒരുപാട് സുഹൃത്തുക്കളുണ്ട്, ഒരുപാട് സഹോദരങ്ങളുണ്ട്. ഈ ശബ്ദം കേൾക്കുന്നവരിൽ പലരും അത്തരം പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും പ്രയാസങ്ങൾ ദൂരീകരിച്ച് അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. രോഗങ്ങൾ അനുഭവിക്കുന്നവർക്ക് അള്ളാഹു ശമനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സാമ്പത്തികമായ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർക്ക് അള്ളാഹു എത്രയും വേഗം അതിൽ നിന്ന് കരകയറ്റി അനുഗ്രഹിക്കുമാറാകട്ടെ.
മരണസമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരണപ്പെടുന്നവരിൽ അള്ളാഹു നമ്മെയും നമ്മുടെ മക്കളെയും ഉൾപ്പെടുത്തി നമ്മുടെ കുടുംബത്തെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നെനിക്ക് ഇവിടെ സംസാരിക്കാൻ, നമുക്കത് കേൾക്കാൻ, നമുക്ക് ഇന്നത്തെ സൗകര്യങ്ങൾ ഒരുക്കി തന്ന നമ്മുടെ മുൻഗാമികളുണ്ട്. അതിൽ നമ്മുടെ മാതാപിതാക്കളുണ്ട്, നമ്മുടെ ഗുരുനാഥന്മാരുണ്ട്. ഒരാളും അറിയപ്പെടാതെ പോയ ഒരുപാട് ആളുകളുണ്ട്. ഒരുപക്ഷെ പേര് പോലും നമ്മുടെ ഒന്നും മനസ്സുകളിലേക്ക് കടന്നു വരാത്ത ഒരുപാട് ആളുകളുണ്ട്. അത്തരത്തിലുള്ള ഒരുപാട് ആളുകൾ നാം ഇന്ന് ഇവിടെ എത്താൻ, നമ്മെ ഇവിടെ എത്തിക്കാൻ ആരൊക്കെ നമ്മുടെ പിന്നിൽ കഷ്ടപ്പെട്ടിട്ടുണ്ടോ, അധ്വാനിച്ചിട്ടുണ്ടോ, അവർക്കൊക്കെയും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരിൽ പലരും ഇന്ന് മണ്ണിനടിയിലാണ്, ഖബർ ജീവിതത്തിലാണ്, ബർസഖി ജീവിതത്തിലാണ്. അള്ളാഹു അവരുടെ ബർസഖി ജീവിതം സന്തോഷത്തിലാക്കി കൊടുക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത് റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വസുർരിയാതിനാ ഖുർറത അഅ്യുൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് വൽഹംദു